نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على محمد وعلى آله وبارك وسلم تسليما كثيرا كثيرا فيا أيها الناس اتقوا الله حق تقاته فقد قال الله تعالى في القرآن الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال الله تعالى يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب പ്രിയപ്പെട്ട സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റബ്ബ് സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഞാൻ ആദ്യമായി എൻ്റെ നഫ്സിനോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന നല്ല അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതോ വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു ഉറപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ മാതാപിതാക്കളോടൊപ്പം ബന്ധുമിത്രാദികളോടൊപ്പം ഭാര്യ സന്താനങ്ങളോടൊപ്പം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരുമിച്ച് കൂടാൻ സാധിക്കുന്ന ഭാഗ്യവാന്മാരായ അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് ഒരാളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്റൂമികളിൽ പെടുത്താതിരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഏറെ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് കനിഞ്ഞരുളിയ പരിശുദ്ധ റമദാൻ മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ജുമാ നമസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി അവൻ്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയവരാണ് നമ്മൾ. കണ്ണ് അടച്ചു തുറക്കുന്ന സമയത്തിനകം തന്നെ ഈ വർഷത്തെ റമദാൻ മാസത്തിൽ നിന്ന് 8 ദിനരാത്രികൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഖിയാമത്ത് നാൾ അടുത്താൽ സമയം ചുരുട്ടപ്പെടും. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ റമദാൻ അവസാനിക്കും. രാത്രി പകലുകൾ നനച്ചിരിക്കുന്നതിന് മുമ്പേ അതിങ്ങനെ തീർന്നു പോകും. റമദാൻ തുടങ്ങിയത് നമുക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഇന്ന് റമദാൻ 8 നോമ്പുകൾ പൂർത്തിയാക്കി. ഇന്ന് നമ്മൾ 9ാമത്തെ നോമ്പിലാണ്. അല്ലാഹു ഇതുവരെ നമ്മൾ ചെയ്ത അമലുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ശേഷിക്കുന്ന ദിനരാത്രികളിൽ അമൽ സ്വാലിഹാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ സന്മാർഗത്തിന് വേണ്ടി മനുഷ്യരിലേക്ക് അയച്ച വിശുദ്ധ വേദഗ്രന്ഥം ഖുർആൻ അവതീർണമായ മാസമാണ്. കഴിഞ്ഞ വർഷം റമദാനിൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഖുർആൻ കൂടുതലായി പഠിക്കേണ്ട മാസമാണല്ലോ എന്ന് കരുതി ഞാൻ ഖുർആനിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ അർത്ഥസഹിതം ഒന്ന് വായിക്കാൻ ശ്രമിക്കുകയുണ്ടായി. സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞതിന് ശേഷം സൂറത്തുൽ ബഖറ ആരംഭിച്ചു.
സൂറത്തുൽ ബഖറയിലെ ഓരോ ആയത്തുകളും വായിക്കുമ്പോൾ മൂസാ അലൈഹിസ്സലാമിനും ബനൂ ഇസ്രായേലിൽ നടന്ന സംഭവ വികാസങ്ങൾ, മനുഷ്യനും മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് കർമ്മശാസ്ത്ര വിധിവിലക്കുകൾ, അതെല്ലാം സൂറത്തുൽ ബഖറയിൽ കടന്നു വരുന്നുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ ഏറ്റവും ഫസ്റ്റ് വെച്ച സൂറത്തുൽ ബഖറയിൽ ആവർത്തിച്ച് മുഅ്മിനീങ്ങളോട്, മുസ്ലിമീങ്ങളോട് പ്രത്യേകം പരാമർശിക്കുന്ന ഒരു വസ്തുത, അത് സകാത്തിനെ കുറിച്ചും സദഖയെ കുറിച്ചും അൽ ഇൻഫാഖു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ടതിന്റെ ആവശ്യതയെ കുറിച്ചാണ് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു ഊന്നി പറയുന്നത്. ഞാൻ എണ്ണി നോക്കി, ഏകദേശം 19-ലധിക തവണകളിൽ സൂറത്തുൽ ബഖറയിലെ വിവിധ ഇടങ്ങളിൽ ചെറുതും വലുതുമായിട്ടുള്ള ആയത്തുകളിലെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കണം എന്നാവർത്തിച്ച് പറയുന്നത് ഞാൻ കാണുകയുണ്ടായി. എന്തിനു പറയുന്നു? സൂറത്തുൽ ബഖറ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഈ ദിവസങ്ങളിൽ നമ്മൾ തറാവീഹിന് ഓതിക്കേട്ട് ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്താണല്ലോ സൂറത്തുൽ അൽ ബഖറ. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ ഗ്രന്ഥം ഖുർആൻ ആരംഭിക്കുന്നതന്നെ ഖുർആനെ തന്നെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. ഈ ഗ്രന്ഥം, ഇതിൽ യാതൊരു സംശയമില്ല. ഹുദൽ ലിൽ മുത്തഖീൻ, തഖ്വയിൽ അധിഷ്ഠിതമായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സന്മാർഗം കാണിക്കാനുള്ളതാണ് ഈ വിശുദ്ധ ഗ്രന്ഥം. അതിനുശേഷം രണ്ടാമത്തെ ആയത്തിൽ എന്താണ് ഖുർആൻ പറയുന്നത്? الذين يؤمنون بالغيب ويقيمون الصلاة ومما റസഖ്നാഹും യുൻഫിഖൂൻ. മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകൾ, മുത്തഖീങ്ങളായിട്ടുള്ള ആളുകൾ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ, യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ ഇന്നേവരെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ലാത്ത അള്ളാഹുവിനെയും മലായിക്കത്തുകളെയും സ്വർഗത്തെയും നരകത്തെയും ഖബറിനെയും ഖബറിലുള്ള ശിക്ഷയെയും അങ്ങനെ തുടങ്ങിയിരിക്കുന്ന അദൃശ്യമായ കാര്യങ്ങളിലെല്ലാം വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ. അവർ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. അതിനോട് ചേർത്ത് ഖുർആനിന്റെ ആരംഭത്തിൽ തന്നെ അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത് ഞാൻ നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണവർ, ഞാൻ നൽകിയതിൽ നിന്ന് സക്കാത്ത് കൊടുക്കുന്നവരാണവർ, ഞാൻ നൽകിയതിൽ നിന്ന് സദഖ കൊടുക്കുന്നവരാണവർ, ഞാൻ നൽകിയതിൽ നിന്ന് ബന്ധുക്കൾക്ക്, കുടുംബക്കാർക്ക്, മാതാപിതാക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നവരാണവർ, ഞാൻ നൽകിയതിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അവരെ പറ്റിയാണ് ഖുർആൻ ആദ്യത്തിൽ തന്നെ, തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെക്കുന്നത്. ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഖുർആൻ ഇറങ്ങിയ മാസമാണ് ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന ആയത്ത് ആവർത്തിച്ച് നമ്മൾ പലപ്പോഴും ഈ മാസത്തിൽ ഓതാറുണ്ട്. ഈ ഖുർആനിന്റെ ലക്ഷ്യമായിട്ട് ഖുർആൻ തന്നെ പറയുന്നത് 3 എണ്ണമാണ്. ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ജനങ്ങൾക്ക് സന്മാർഗമാണ്, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് നൽകുന്നതാണ്, സത്യമേതാണ് അസത്യമേതാണ് എന്ന് നമുക്ക് വേർതിരിച്ച് നൽകുന്നതാണ്. അപ്പൊ ഖുർആനെ പറ്റി തന്നെ പറയുന്നത് ഖുർആൻ സന്മാർഗമാണെന്നാണ്. ആ സന്മാർഗത്തിന്റെ മുകളിലുള്ളവരാണ്. ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം, റബ്ബിൽ നിന്നുള്ള സന്മാർഗത്തിന്റെ ഹുദയുടെ മുകളിലുള്ള ആളുകളാണ്. ആ ഹുദയുടെ പാതയിൽ, സന്മാർഗത്തിന്റെ പാതയിലുള്ള ആളുകളാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകൾ, റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകൾ. പ്രവാചകന്റെ സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്? അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, നാളെ ഖിയാമത്ത് നാളിൽ വിചാരണയുടെ വേളയിൽ 4 ചോദ്യങ്ങൾ ചോദിക്കാതെ ഒരു മനുഷ്യന് മുന്നോട്ട് കാലെടുത്ത് വെക്കാൻ പറ്റില്ല എന്ന് യാ റസൂലല്ലാഹ് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. വഫീമ അൻഫഖ, എവിടെ നിന്നാണ് സമ്പത്ത് ഉണ്ടാക്കിയത്, എവിടെയാണ് ചെലവഴിച്ചത് എന്ന് പ്രധാനമായിട്ടും നാളെ വിചാരണയുടെ വേളയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് യാ റസൂലല്ലാഹ് ഞങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്. യസ്അലൂനക മാദാ യൻഫിഖൂൻ ഖുൽ മാ അൻഫഖ്തും മിൻ ഖൈരിൻ ഫലിൽവാലിദൈനി വൽ അഖറബീന വൽ യതാമ വൽ മസാകീന വബിനസ് സബീൽ. യസ്അലൂനക മാദാ യൻഫിഖൂൻ, സഹാബാക്കളായിട്ടുള്ള ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് എങ്ങനെയാണ്, ഏത് രീതിയിലാണ്, ആർക്കൊക്കെയാണ് ചെലവഴിക്കേണ്ടതെന്ന് ചോദിക്കുന്നു.
ഖുർആൻ അതിന് ഉത്തരം നൽകി. ഖുൽ മാ അൻഫഖ്തും മിൻ ഖൈരിൻ ഫലിൽ വാലിദൈൻ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കണം. വൽ അഖ്റബീൻ, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി. നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക്, നമ്മുടെ ബന്ധുവൃത്താദികൾക്ക് നമ്മൾ ചെലവഴിക്കുന്ന ഓരോ ചെലവും നമ്മൾ മനസ്സുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലത്തെ കാംക്ഷിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ചെലവഴിച്ചാൽ അതും അള്ളാഹുവിന്റെ അടുക്കൽ കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലമാണ്. പ്രവാചകൻ പഠിപ്പിച്ചില്ലേ, ഇന്നക ലൻ തുൻഫിക നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹല്ലാഹ് ഹത്താ മാ തജഅൽ ഫീ ഇംറാതിക. റബ്ബിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നീ ഒരു ഉരുള ചെലവഴിച്ചാൽ പോലും അതിന്റെ പ്രതിഫലം നിനക്ക് കിട്ടും. എത്രത്തോളം നിന്റെ ഭാര്യയുടെ വായിൽ നീ വെച്ചു കൊടുക്കുന്ന ഒരു ഉരുള ഭക്ഷണമാണെങ്കിൽ പോലും അത് അവളുടെ വായിൽ വെച്ചു കൊടുക്കുമ്പോൾ റബ്ബിന്റെ ഇള. ഒരുപക്ഷെ ഭാര്യയുടെ വായിൽ ഒരു ഉരുള ഭക്ഷണം വെച്ചു കൊടുക്കുന്നത് അവളോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ്, അവളോടുള്ള മഹബത്തിന്റെ പേരിലാണ്. ആണെങ്കിലും അതിന്റെ പേരിൽ നിനക്ക് പ്രതിഫലം കിട്ടും, അതിന്റെ പേരിൽ നിനക്ക് പ്രതിഫലം കിട്ടും. يسألونك ماذا ينفقون قل ما أنفقتم من خير فللوالدين والأقربين واليتامى والمساكين وابن السبيل وما تنفقوا من خير فإن الله به عليم. നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അത് ചെറുതാണെങ്കിലും അത് വലുതാണെങ്കിലും റബ്ബിന്റെ മാർഗത്തിൽ നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് فإن الله به عليم, അള്ളാഹു അതെല്ലാം നന്നായി അറിയുന്നുണ്ട്. അത് വളരെ ചെറിയ നിസാരമായ വസ്തുവാണെങ്കിൽ പോലും. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഇത്തഖുന്നാറ വലൗ ബിശഖ്ഖി തംറ, നിങ്ങൾ നരകത്തെ പേടിക്കണം, നരകത്തെ സൂക്ഷിക്കണം. വലൗ ബിശഖ്ഖി തംറ, നിങ്ങളുടെ കയ്യിൽ ഒരു ഈത്തപ്പയം മാത്രമാണുള്ളെങ്കിൽ അത് 2 ചീളായി നിങ്ങൾക്ക് മുറിക്കാം. അതിലെ ഒരു ചീള് ഒരു യതീമിന്റെ വായിൽ വെച്ച് കൊടുക്കാം, ഒരു മിസ്കീന്റെ കയ്യിൽ കൊടുക്കാം, ഒരു സാധുവിന് നിങ്ങൾക്ക് കൊടുക്കാം. ആവശ്യക്കാരന് നിന്റെ കയ്യിലുള്ള ഒരു ഈത്തപ്പയം മാത്രമാണെങ്കിൽ അതിന്റെ ഒരു ചീള് മുറിച്ച് നിനക്ക് കൊടുക്കാം. അങ്ങനെയെങ്കിലും ഇത്തഖുന്നാർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ശ്രമിക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണഗതിയിൽ നമ്മുടെ വീടിൽ അയൽപ്പക്കങ്ങളിലുള്ള കടക്കിടക്ക് നമ്മൾ കടികൾ കൊടുക്കാറുണ്ട്, ഫ്രൂട്ട്സ് കൊടുക്കും. നല്ലൊരു ബിരിയാണി വെച്ചാൽ നമ്മുടെ ഉമ്മമാരും സഹോദരിമാരും ഒരു പാത്രത്തിലാക്കി അയൽപ്പക്കത്തൊക്കെ കൊണ്ടു കൊടുക്കാറുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി വനിതകളെ സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, യാ നിസാ അൽ മുസ്ലിമാത്ത്, അല്ലയോ മുസ്ലിമീങ്ങളായ സഹാബിമാർ, സഹാബിത്തുകളെ, ലാ തഹ്കിറൻ നജാറത്തുൽ ലിജാറത്തുഹ, നിങ്ങളുടെ വീട്ടിന്റെ അടുക്കളയിൽ പാകം ചെയ്ത് അല്പ ഭക്ഷണമാണെങ്കിൽ പോലും തൊട്ടടുത്തുള്ള അയൽവാസിക്ക് കൊണ്ടുകൊടുക്കുമ്പോൾ അത് നിസാരമാണ്, അത് ചെറുതാണ്, അത് കുറച്ചല്ലേ എന്നൊന്നും നിങ്ങൾ കരുതണ്ട. വലൗ ഫിർസന ശാത്തിൻ, നിങ്ങളൊരാടിനെ അറുത്തു, അതിന്റെ ഇറച്ചിയെല്ലാം വിതരണം ചെയ്തു, എല്ലാം തീർന്നു, അവസാനം ബാക്കിയായത് ഒരു കുളമ്പ് മാത്രമാണ്, ആടിന്റെ കുളമ്പ്. ആ കുളമ്പ് സാധാരണഗതിയിൽ അറബികൾ ആ കുളമ്പിന് വളരെ നിസാരമായിട്ടാണ് കരുതുന്നത്. നമ്മളെ നാട്ടിൽ ആ കുളമ്പ് ഉപയോഗിച്ച് പായ എന്ന് പറയുന്ന രസകരമായിട്ടുള്ള രുചികരമായിട്ടുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമെങ്കിലും അറബികൾക്കിടയിൽ വളരെ സമൃദ്ധമായി അവരുടെ അടുക്കളയിലെ ഏറ്റവും വലിയ മാംസമാണ് ആടിന്റെ മാംസം. ആ ആടിന്റെ മാംസത്തിൽ തന്നെ ഏറ്റവും നിസ്സാരമായിട്ട് നീചമായിട്ടുള്ള ഭാഗമായിട്ട് അവർ കാണുകയും വെറുതെ അവർ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന വസ്തുവാണ് ഈ ആടിന്റെ കുളമ്പ്. ആ കുളമ്പാണെങ്കിലും നിന്റെ അയൽവാസിക്ക് കൊണ്ടു കൊടുക്കുന്നതിന് നീ നിസ്സാരമായി കാണരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളാൽ സാധിക്കുന്നത് നൽകുക. സമ്പന്നനാവണമെന്ന് ആവശ്യമില്ല, പണം ഒരുപാട് ഉണ്ടാവണമെന്ന് ആവശ്യമില്ല, കടങ്ങളെല്ലാം തീർത്തിട്ട് കൊടുക്കാൻ തുടങ്ങാന്ന് നിയ്യത്ത് വെക്കണ്ട, ജോലിയെല്ലാം കിട്ടിയിട്ട് കൊടുക്കാൻ തുടങ്ങുക എന്ന് മനസ്സിൽ കരുതണ്ട. എല്ലാം സമ്പത്തും ഒക്കെ വെട്ടിപ്പിടിച്ച് കുറെ പണമായി, ഇനി പൈസയുടെ ഒന്നും ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുന്ന സമയത്തല്ലേ സക്കാത്ത് കൊടുക്കേണ്ടത്, സദക്ക കൊടുക്കേണ്ടത്. നമ്മൾ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരനായിരിക്കുന്ന വേളയിൽ, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വേളയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് കൊടുക്കുന്നതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അബൂ ഹൈതമത്തുൽ അൻസാരി എന്ന് പറയുന്ന സഹാബിയുണ്ട്, അബൂ ഹൈതമത്തുൽ അൻസാരി. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അൻസാരിയായ സാധുവായ ആ സഹാബിക്ക് വേണ്ടി ഒരു ഖുർആൻ ആയത്ത് തന്നെ ഇറക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുവായ ദരിദ്രനായ സഹാബിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ തൗബ നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാവും. തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ സഹാബാക്കളൊക്കെ ആവശ്യപ്പെട്ടു. സഹാബാക്കൾ വലിയ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടുള്ള സമയമായിരുന്നു. നാട്ടിലൊക്കെ വരൾച്ച ഒക്കെ ഉള്ള പ്രയാസമുള്ള, വളരെ പ്രയാസമുള്ള ഘട്ടമായിരുന്നു. ആ സമയത്ത് ചെലവഴിക്കാൻ ആവശ്യപ്പെട്ടു. ആ തബൂക്ക് യുദ്ധവേളയിലാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ സമ്പത്തും എടുത്തിട്ട്
അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. ആ തബൂക്ക് യുദ്ധത്തിന്റെ വേളയിലാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിലുള്ള സമ്പത്തിന്റെ പകുതിയും എടുത്തുകൊണ്ട് മദീനത്തെ പള്ളിയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നത്. അബൂ ഖൈസമ എന്ന് പറയുന്ന സാധുവായ സഹാബിയുടെ കയ്യിൽ, അദ്ദേഹത്തിന്റെ കയ്യിൽ പറയാനൊന്നുമില്ല. അദ്ദേഹം വീട്ടിൽ പോയി കുറച്ച് ഉണങ്ങിയ കാരക്കയും ഈത്തപ്പയുണ്ട്. ആ ഉണങ്ങിയ കാരക്കയും ഈത്തപ്പയും ഒക്കെ അദ്ദേഹം ഒരു കവറിലിട്ടു. 4 കൈകൾ കൊണ്ട് പിടിച്ചാൽ മാത്രം, 4 കൈകൾ കൊണ്ട് എടുത്താൽ തീരുന്നത്രയുള്ള അല്പം ചില ഉണങ്ങിയ കാരക്കുകളും ഈത്തപ്പയുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. അറേബ്യയിൽ മദീനത്ത് ഈത്തപ്പയം അന്ന് വളരെ നിസ്സാരമായി കരുതുന്ന ഒരു ഭക്ഷണമാണ്, വളരെ സർവ്വസാധാരണമുള്ള ഭക്ഷണം. ആ ഈത്തപ്പയത്തിൽ നിന്ന് വെറും 4 പിടി ഈത്തപ്പയമായിട്ട് ഒരു മനുഷ്യൻ, ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ സഹാബാക്കളിലെ ധനികരായിട്ടുള്ള അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും ഉസ്മാനുൽ ഗനിയൊക്കെ നൽകിയ വലിയ സമ്പത്തിന്റെ കൂടാരം മദീനത്തെ പള്ളിയിലുണ്ട്. ആ സമ്പത്തിന്റെ കൂടാരത്തിന്റെ അടുക്കലേക്കാണ് തന്റെ കയ്യിലുള്ള 4 പിടി ഈത്തപ്പയമായിട്ട് അബൂ ഖൈസമത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. അദ്ദേഹം നടന്നു വരുമ്പോൾ അദ്ദേഹത്തെ നോക്കി മദീനയിലെ മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾ ചിരിച്ചു, പരിഹസിച്ചു. എന്തൊരു മനുഷ്യരാണ്, കുറച്ച് ഉണങ്ങിയ കാരക്കയും ഈത്തപ്പയം എടുത്തിട്ടാണ് വരുന്നത്. എന്തിനാണ് ഇത് കൊണ്ടുവന്നത്? ഇത് വീട്ടിൽ തന്നെ വെച്ചാൽ പോരെ, എന്തിന്റെ ആവശ്യം ഇത് കൊണ്ടുവരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് മദീനത്തിലെ മുനാഫിക്കുകളായിട്ടുള്ള മനുഷ്യർ അദ്ദേഹത്തെ കളിയാക്കി, അദ്ദേഹത്തെ പരിഹസിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സിൽ വ്രണമുണ്ടായി, വേദനപ്പെട്ടു. ആ സാധുവായ സഹാബിക്ക് വേണ്ടി വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ തൗബയിൽ അല്ലാഹു ഖുർആനായി തർജി الذين يلمزون المتطوعين من المؤمنين في الصدقات والذين لا يجدون إلا جهدهم فيسخرون منهم سخر الله منهم ولهم عذاب أليم. തനിക്ക് കിട്ടിയ കേവലം 4 പിടി ഈത്തപ്പയക്കുമായിട്ട് പ്രവാചകന്റെ അടുക്കലേക്ക് നടന്നു വന്ന സാധുവായ സഹാബിയെ കളിയാക്കുന്ന, പരിഹസിക്കുന്ന മുനാഫിക്കുകളായിട്ടുള്ള മനുഷ്യർ പ്രവാചകന്റെ പള്ളിയിലുണ്ട് എന്ന് എനിക്ക് നന്നായി അറിയാം. അവർ കേട്ടോളൂ, ഞാൻ അവരെ കളിയാക്കുന്നു. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ ആയത്തിറക്കിക്കൊണ്ട് ആ സാധുവായ സഹാബിയെ വിമർശിച്ച, കളിയാക്കിയതിനെതിരെ സംസാരിക്കുകയുണ്ടായി. നമ്മുടെ കയ്യിലുള്ളത് വളരെ നിസാരമാണെങ്കിലും, വളരെ തുച്ഛമായതാണെങ്കിലും അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം. റമളാൻ ചെലവഴിക്കുന്നതിന്റെ മാസമാണ്, അള്ളാഹുവിന് കടം കൊടുക്കുന്നതിന്റെ മാസമാണ്, അള്ളാഹുവിന് കടം കൊടുക്കുന്നതിന്റെ മാസം. സർവ്വസാധാരണമായിട്ട് നമ്മൾ കടം കൊടുക്കാറുണ്ട്, കടം വാങ്ങാറുണ്ട്. ഗൂഗിൾ പേ ഒക്കെ വന്നതിന് ശേഷം കടം വാങ്ങലും കടം കൊടുക്കലൊക്കെ വളരെ എളുപ്പത്തിലൊക്കെയാണ്. അള്ളാഹു നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എനിക്ക് കടം തരുമോ? റഹ്മാനായ റബ്ബ് മനുഷ്യരോട് നമ്മളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ എനിക്ക് കടം തരുമോ? ആരാണ് എനിക്ക് കടം തരാനുള്ളത്? എനിക്ക് കടം തന്നാൽ ഇരട്ടിയായി നൽകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിൽ നടക്കുന്ന ഒരു പശ്ചാത്തലം മുസ്ലിമീങ്ങളോട് പറഞ്ഞിരുന്നുണ്ട്. നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു ഒരു അടിമയോട് ചോദിക്കും, എനിക്ക് അസുഖം ബാധിച്ചു, നീ എന്നെ സന്ദർശിക്കാത്തത്? അപ്പൊ അടിമ അള്ളാഹുവോട് ചോദിക്കും, റബ്ബേ നീ എന്താണ് പറയുന്നത്? നീ റഹ്മാനായ സർവശക്തനായ റബ്ബല്ലേ, നിനക്ക് രോഗം ബാധിച്ചെന്നോ? നിനക്ക് രോഗം ബാധിച്ച് ഞാൻ എങ്ങനെ സന്ദർശിക്കാനാണ്? അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അപ്പോൾ പറയും, നിന്റെ നാട്ടിൽ ഒരു മനുഷ്യൻ രോഗിയായി കിടന്നു, നീ അവനെ സന്ദർശിച്ചിരുന്നെങ്കിൽ അവന്റെ കിടക്കപ്പായയുടെ ചാരത്ത് നിനക്ക് എന്നെ കാണാൻ സാധിക്കുമായിരുന്നു. ഞാൻ നിന്നോട് കടം ചോദിച്ചു, നീ എന്തേ എനിക്ക് കടം തരാതിരുന്നത്? ആ അടിമ മനുഷ്യൻ അള്ളാഹുവോട് ചോദിക്കും, റബ്ബേ നീ മാലിക്കുൽ മുൽക്കല്ലേ, ആകാശഭൂമികളുടെ റബ്ബല്ലേ, ആകാശഭൂമികളുടെ റബ്ബായ നിനക്ക് അടിമയായ മനുഷ്യനായ ഞാൻ എങ്ങനെ കടം തരാനാണ്? അള്ളാഹു ചോദിക്കും, ഒരു സാധുവായ മനുഷ്യൻ അവന്റെ വളരെ ന്യായമായ ഒരു ആവശ്യത്തിന്റെ പേരിൽ നിന്റെ അടുക്കൽ വന്ന് അല്പം തുച്ഛമായിട്ടുള്ള ഒരു പണം ചോദിച്ചില്ലേ, നീ അവന് കടം കൊടുത്തിരുന്നെങ്കിൽ ആ ഘട്ടത്തിൽ, ആ സന്ദർഭത്തിൽ നിനക്ക് എന്നെ കാണാൻ സാധിക്കുമായിരുന്നു. അള്ളാഹുവിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഓരോ തുച്ഛമായ നാണയത്തൊട്ടുകൾക്കും അള്ളാഹു പകരം തരും. റമളാൻ മാസമാണ്, വളരെ വ്യാപകമായ രീതിയിൽ നമ്മളിൽ പിരിവുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച മലപ്പുറത്ത് ശാന്തപുരത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അൽജാമിയ ഇസ്ലാമിയക്ക് വേണ്ടി നമ്മളൊരു പിരിവ് നടക്കുകയുണ്ടായി. ഈ ആഴ്ച CS സെന്ററിന്റെ പിരിവ് നടക്കുന്നു.
ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമ്മുടെ പള്ളിയുടെ പിരിവ് നടക്കുന്നു. എല്ലാ ദിവസവും എല്ലാ വെള്ളിയാഴ്ചയും ഖതീബ് എന്ന നിലയിൽ പിരിവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. പലപ്പോഴും പറയുന്ന എനിക്കും കൊടുക്കുന്ന നിങ്ങൾക്കും എനിക്കുമെല്ലാം മനസ്സുകൊണ്ടൊരു ചിന്ത ഉണ്ടാകും, വെറും പിരിവ് തന്നെ, വെറും പിരിവ്, റമദാൻ തുടങ്ങിയ പിരിവ്. പക്ഷേ മുഅ്മിനീങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു വസ്തുതയുണ്ട്. കേരളത്തിലെ മുസ്ലിമീങ്ങൾ, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ നമ്മൾ ഉണ്ടാക്കിയതെല്ലാം പിരിച്ചുണ്ടാക്കിയതാണ്. നമ്മൾ ഉണ്ടാക്കിയ പള്ളികൾ, നമ്മൾ ഉണ്ടാക്കിയ മദ്രസകൾ, നമ്മൾ ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റികൾ, നമ്മൾ ഉണ്ടാക്കിയ ആതുരാലയങ്ങൾ, നമ്മൾ ഉണ്ടാക്കിയ ഹോസ്പിറ്റലുകളെല്ലാം നമ്മൾ പിരിച്ചുണ്ടാക്കിയതാണ്. അപ്പൊ സ്വാഭാവിക ഒരു ചോദ്യമുണ്ട്. സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ധ്വംസിക്കപ്പെട്ട, ലഭിക്കേണ്ട പലതും അവകാശങ്ങൾ ലഭിക്കാതെ പോയ പല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യങ്ങളിലെല്ലാം ഇല്ലായ്മയിൽ നമ്മൾ ഇരുന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ചികിത്സയും എല്ലാം നമ്മുടെ പണം കൊണ്ട്, നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മൾ ഉണ്ടാക്കി. മലബാറിലെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ കൂടി നിങ്ങൾ യാത്ര ചെയ്യണം, വ്യത്യസ്ത കോളേജുകളിൽ കൂടി നമ്മൾ യാത്ര ചെയ്യണം. ഒരു കാലത്ത് ദാരിദ്ര്യത്തിന്റെ കൈപ്പുനീര് അനുഭവിച്ചുകൊണ്ട് ജീവിച്ചവരാണ് നമ്മൾ മുഅ്മിനീങ്ങൾ, നമ്മൾ മുസ്ലിമീങ്ങൾ. പ്രത്യേകിച്ച് ഇരിക്കൂറുകാരോട് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടെന്ന് ആവശ്യമില്ലല്ലോ. ദാരിദ്ര്യത്തിന്റെ കൈപ്പുനീര് ഒരു പക്ഷേ ഇപ്പോൾ ജീവിക്കുന്ന ഈ തലമുറയിൽപ്പെട്ട എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ 19 കിഡ്സ് ആണ്. എന്റെ മുമ്പിൽ ഇരിക്കുന്ന കിഡ്സുകളിൽ 20 കിഡ്സും 90 കിഡ്സുകളൊക്കെ ഉണ്ടാവും. ഇതിനു മുമ്പ് 80കളും 70കളും 60കളും ഒക്കെ ഉണ്ട്. റമദാൻ മാസമൊക്കെ ആയ സമയത്ത് പ്രായമായുള്ള ആളുകളോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും, പണ്ട് ഇരിക്കൂറിൽ കഞ്ഞി വിതരണം ചെയ്യുമായിരുന്നു. കഞ്ഞി, ഒരു കൂടം കഞ്ഞി, ഒരു പാത്രം കഞ്ഞി കിട്ടാൻ വേണ്ടി കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന വരികളിൽ പാത്രവും പിടിച്ച് നിന്ന ആളുകളായിരുന്നു നമ്മൾ ഇരിക്കൂറുകൾ. പിന്നീട് അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകി. നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മൾ സൂറത്തുൽ ളുഹ പാരായണം ചെയ്യണം. സൂറത്തുൽ ളുഹയിൽ അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ ദരിദ്രരായിരുന്നു, ഞാനാണ് നിങ്ങൾക്ക് സമ്പത്ത് നൽകിയത്. നിങ്ങൾ ദരിദ്രരായിരുന്നു, ഞാനാണ് നിങ്ങൾക്ക് സമ്പത്ത് നൽകിയത്. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ദാരിദ്ര്യത്തിന്റെ എല്ലാ കൈപ്പുനീരും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസമില്ലായ്മ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. ആ അവസ്ഥയിൽ നിന്ന് ഈ അവസ്ഥയിലേക്ക് നമ്മൾ വളർന്നത് നമ്മുടെ അധ്വാനത്തിലൂടെയാണ്, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയാണ്, നമ്മുടെ ചാരിറ്റികളിലൂടെയാണ്, നമ്മുടെ പിരിവുകളിൽ കൂടിയാണ്. കേരളത്തിലെ ഇത്ര മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് മുൻകഴിഞ്ഞ മഹാന്മാരായിട്ടുള്ള ആളുകൾ സ്വന്തം സ്ഥലങ്ങൾ, ഏക്കർ കണക്കിന് സ്വന്തം സ്ഥലങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്ത ഭൂമികളിലാണ് നമ്മുടെ പല സ്ഥാപനങ്ങളും ഉണ്ടായത്. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കേണ്ട പല കോളേജുകൾക്ക് പകരം പല ഹാജിമാരും സദഖ ചെയ്തത് അവരുടെ മക്കൾ അനുഭവിക്കേണ്ടവരാണ്, അവരുടെ പമ്മക്കൾക്ക് കൊടുക്കേണ്ടതാണ്. പക്ഷെ തങ്ങളുടെ മക്കൾക്കും പമ്മക്കൾക്കും കൊടുക്കുന്നതിനുപരിയായിട്ട് ഒരു ഉമ്മത്തിന് വേണ്ടി അവർ കൊടുത്തു, ഒരു സമൂഹത്തിന് വേണ്ടി അവർ കൊടുത്തു. സദഖത്തുൻ ജാരിയായിട്ട് കിട്ടണം എന്നവർ ആഗ്രഹിച്ചു. ഖബർ ഞങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും എന്നവർ മനസ്സിലാക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഖബറിൽ എല്ലാ അമലുകളും നിശ്ചലമാകും. പക്ഷെ ഖബറിലും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിഫലം അത് സദഖത്തുൽ ജാരിയ, വീണ്ടും മരിച്ചു കഴിഞ്ഞാലും തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രതിഫലമാണ്. അങ്ങനെ സദഖത്തുൽ ജാരിയാവണം എന്ന് മനസ്സിൽ കണക്കിലാക്കിക്കൊണ്ട് ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ സദഖ ചെയ്ത, വഖഫ് ചെയ്ത എത്ര മനുഷ്യരാണ്. സ്വന്തം പൊന്നും പണവും ഊരിക്കൊടുത്ത എത്ര ഉമ്മമാരാണ്, എത്ര സഹോദരിമാരാണ്. ആ ഉമ്മമാരുടെ, ആ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു അവരുടെ ആഭരണങ്ങളാണ്. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു അവരുടെ ലാൻഡാണ്. ഈ ലാൻഡുകളും സ്വർണ്ണാഭരണങ്ങളും ഊരിക്കൊടുത്തതിന്റെ മുകളിലാണ് നമ്മുടെ കേരള മുസ്ലിമീങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളും ഉണ്ടായത്, നമ്മുടെ ആതുരാലയങ്ങൾ ഉണ്ടായത്, മുസ്ലിമീങ്ങളുടെ സമ്പത്ത് ഉണ്ടായത്. പക്ഷെ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത തന്നെയുണ്ട്. നമുക്കെങ്ങനെയാണ് പണം ഉണ്ടായത്, നമുക്കെങ്ങനെയാണ് സമ്പത്ത് ഉണ്ടായത്? ഒരു കാലത്ത് ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് കയറിയത്? മുസ്ലിമീങ്ങൾ വിദ്യാഭ്യാസം നേടി. ആ വിദ്യാഭ്യാസം നേടിയത് ഈ തലമുറ, ഇതിന് തൊട്ട് മുമ്പുള്ള തലമുറയാണ്. അതിന് മുമ്പ് ഒരു തലമുറ ഉണ്ടായിരുന്നു. ഒന്നുമില്ലായ്മയിൽ അവർ ഇവിടെ നിന്ന് മുംബൈയിലേക്ക് യാത്ര പോയി. കുറച്ചു കാലം ബോംബെയിൽ നിൽക്കും. ബോംബെയിൽ നിന്ന് ഗൾഫിലേക്ക് കപ്പൽ കയറും. കള്ളക്കപ്പൽ കയറിയ കഥകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. ആ ഒരു തലമുറയിലുള്ള ആളുകളാണ് ഇന്ന് കസേരയിലൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ ഗൾഫിൽ, അറബി മണ്ണിൽ അവർ അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു. അന്ന് നമ്മുടെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക്, അറബ് രാജ്യത്തേക്ക് പോയ സാധുക്കളായ മുഅ്മിനീങ്ങൾ, പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ, അവർക്ക് വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല, പഠിപ്പോ അറിവോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരവിടെ പോയി. അവിടെ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അറബികൾ അവരവരുടെ ഉദാരത കാണിച്ചു, ജൂത് കാണിച്ചു. സാധാരണഗതിയിൽ നോവലുകളിലൊക്കെ അറബികളെ കാട്ടറബികളായിട്ടും
ആടുജീവിതത്തിലൊക്കെ മസറയിലെ ആ നജീബിന്റെ മുതലാളിയായിട്ടൊക്കെ ചിത്രീകരിക്കും. പക്ഷേ നമ്മൾ കണ്ട് എത്ര നല്ല അറബികളുണ്ട്. വിദ്യാഭ്യാസമില്ലായിട്ടും അദ്ദേഹത്തിന്റെ വലിയ ശരീക്കത്തിൽ വലിയ ഉദ്യോഗം മലയാളികൾക്ക് കൊടുത്ത എത്ര അറബികളുണ്ട്. റമളാൻ ആകുമ്പോൾ, പെരുന്നാൾ ആകുമ്പോൾ ആരും അറിയാതെ കീശയിൽ കൈയിട്ടുകൊണ്ട് നീ നാട്ടിലേക്ക് പോവുകയല്ലേ, ഈ പൈസ, ഈ ദിർഹം റിയാൽ നീ വെച്ചോ, നാട്ടിൽ പോയിട്ട് മക്കൾക്ക് പണം കൊടുത്തോ എന്ന് പറയുന്ന എത്ര അറബികൾ ഉണ്ടായിരുന്നു. നമ്മുടെ എത്ര സ്ഥാപനങ്ങൾ, നമ്മുടെ എത്ര പള്ളികൾ ഈ അറബികളുടെ ഉദാരതയിൽ വളർന്നു വന്നതാണ്. നമ്മുടെ നാട് ഇത്രയും വികസിച്ച് ഇത്രയും വളർന്നതിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാരണം, അത് ഉറച്ചു വിശ്വസിക്കാം, അതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം അത് അറബികളുടെ ഉദാരതയായിരുന്നു, അവരുടെ ജൂദായിരുന്നു. ആ ജൂദിൽ, ആ ഉദാരതയിൽ അള്ളാഹു ബർക്കത്ത് ചെയ്തു. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ പറയുന്നത്. അൽ ബഖറയിൽ അള്ളാഹു ഈ ഉദാരത ചെയ്യുന്നതിനെ പല തവണ അള്ളാഹു ഇങ്ങനെ സദൃശ്യപ്പെടുത്തി പറയുന്നുണ്ട്. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു നാണയം ചെലവഴിച്ചാൽ അതൊരു വിത്ത് പോലെയാണ്. ഒരു വിത്ത്, ആ വിത്തിൽ നിന്ന് 7 കതിരുകൾ ഉണ്ടാവും. ആ 7 കതിരിൽ ഓരോ കതിരുകളിലും 100ഓളം വിത്തുകൾ ഉണ്ടാവും. ആ 100 വിത്തുകളിൽ നിന്ന് ഓരോ വിത്തുകളിൽ നിന്നും വീണ്ടും കതിരുകൾ ഉണ്ടാവും. ആ കതിരുകളിൽ നിന്ന് വീണ്ടും നാണ്യമണികളിൽ വീണ്ടും കതിരുകൾ ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന ഓരോ നാണയക്കുട്ടുകൾക്കും, നമ്മൾ കൊടുക്കുന്ന ഓരോ സദഖകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. കൊടുക്കുന്നതിനനുസരിച്ച് കുറയുകയല്ല, കൊടുക്കുന്നതനുസരിച്ച് കൂടുക മാത്രമേയോ. അത് ജീവിതത്തിന്റെ പല വേളകളിലും പല സന്ദർഭങ്ങളിലും നമ്മൾ തന്നെ അനുഭവിച്ച കാര്യമാണ്. അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശാ വല്ലാഹു യഇദുകും മഗ്ഫിറതൻ. ശൈത്താൻ, പിശാച് നമ്മളെ പേടിപ്പിക്കും. കൊടുക്കണ്ട, കൊടുത്താൽ തീർന്നു പോകുമെന്ന് പേടിപ്പിക്കും. ഫഖർ വരും, ദാരിദ്ര്യം വരും എന്ന് ശൈത്താൻ നമ്മളെ പേടിപ്പിക്കും. പക്ഷെ അള്ളാഹു പറയാണ് വല്ലാഹു യഇദുകും മഗ്ഫിറതൻ. എന്നാൽ നിങ്ങൾ കൊടുത്താൽ, നിങ്ങൾ ചെലവഴിച്ചാൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ കൊടുത്താൽ അള്ളാഹു അതിന് പകരം നൽകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ച മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ സംഭവം നമ്മൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഒരു ദിവസം രാവിലെ കിട്ടിയ 1,00,000 ദിർഹമുകൾ കീസുകളാക്കി മദീനയിലെ സാധുക്കൾക്ക്, മദീനയിലെ യതീമീങ്ങൾക്ക് കൊടുത്തയച്ച ആയിഷ റളിയല്ലാഹു അൻഹ. ഞാൻ പറയേണ്ടായിരുന്നില്ല, അറബികളുടെ ഉദാരതയിൽ വളർന്നു വന്നതാണ് നമ്മുടെ കേരളം. ഈ കേരളത്തിൽ അൽഹംദുലില്ലാഹ് മുസ്ലിമീങ്ങൾ സ്വാഭാവികമായിട്ടും കുഴപ്പമില്ലാത്ത ഒരു സാമ്പത്തിക സുസ്ഥിതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇന്നും ദാരിദ്ര്യത്തിന്റെ ഏറ്റവും വലിയ കയ്പ് നീര് അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്നുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ. ആ നോർത്ത് ഇന്ത്യയിലെ സാധുക്കളായിട്ടുള്ള ആ മുഅ്മിനീങ്ങളിൽ അധിക പേരുമാണ് അതിഥി തൊഴിലാളികളായിട്ട് നമ്മുടെ നാട്ടിൽ വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, മുസ്ലിമീങ്ങളായ മലയാളികളായ നമ്മൾ ഗൾഫിൽ പോയി നമ്മൾ സമ്പന്നരായെങ്കിൽ നമ്മുടെ നാട് വികസിക്കുകയും നമ്മുടെ നാട് വിദ്യാഭ്യാസപരമായിട്ടും എല്ലാം വളരുകയും ചെയ്തെങ്കിൽ നമ്മുടെ ബാധ്യതയാണ് ഒരു കാലത്ത് അറബികൾ നമ്മളെ പരിഗണിക്കുകയും നമ്മുടെ നാട് വികസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതുപോലെ നമ്മുടെ മലയാളികളുടെ ബാധ്യതയാണ് നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ വികസിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമങ്ങൾ നടത്തുക എന്നുള്ളത്. സാധിക്കുമെങ്കിൽ നമ്മുടെ പള്ളി, സാധിക്കുമെങ്കിൽ നമ്മുടെ ഇരിക്കൂറുകാര് നോർത്ത് ഇന്ത്യയിലെ ഒരു ഗ്രാമം ദത്തെടുക്കട്ടെ, ഒരു ഏരിയ ദത്തെടുക്കട്ടെ. പഠിക്കാൻ സ്കൂളുകൾ ഇല്ലാത്തതിന്റെ പേരിൽ 5, 6, 10 വയസ്സാകുമ്പോൾ തന്നെ നാട്ടിലെ കൃഷിയിടത്തിൽ, ജന്മിയുടെ കൃഷിയിടത്തിൽ, ബ്രാഹ്മണന്മാരുടെ കൃഷിയിടത്തിൽ പണിയെടുക്കാൻ പോകുന്ന മാപ്പിള കുഞ്ഞുങ്ങളുടെ നാടാണ് ഇന്നും നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും, പല നഗരങ്ങളും, പല ജില്ലകളും. അതിൻ്റെ സ്ഥലങ്ങളിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യണം. ഡൽഹിയിലും കുളുമണാലിയിലും ജമ്മു കാശ്മീരിന്റെയും തണുപ്പുകളൊക്കെ ആസ്വദിച്ച് നോർത്ത് ഇന്ത്യയിൽ നിന്ന് നമ്മൾ മടങ്ങി വരുന്നതിലുപരിയായിട്ട് ഹരിയാനയുടെ, മേവാത്തിലെ, ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളിൽ കൂടി നമ്മൾ യാത്ര ചെയ്ത് കൊണ്ടുപോകും. മരിച്ചുപോയ മഹാനായ പ്രൊഫസർ സിദ്ദീഖ് ഹസൻ സാഹിബ്, അദ്ദേഹമായിരുന്നു ഈ ഒരു ഫിക്ർ, ഈ ഒരു ചിന്ത മലയാളികളോട് ഏറ്റവും ആദ്യം അദ്ദേഹം പറഞ്ഞത്. വിഷൻ 2026 അദ്ദേഹം ആരംഭിച്ചു. അതിനുശേഷം അത് വിഷൻ 2013 ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നോർത്ത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ആവശ്യമായിട്ടുള്ള സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവിടെയുള്ള കുട്ടികൾക്ക് പഠിക്കാൻ, അവിടെയുള്ള ജനങ്ങളെ വികസിപ്പിക്കാൻ വേണ്ടി പ്രൊഫസർ സിദ്ദീഖ് ഹസൻ സാഹിബ് ഈ ഒരു പ്രവർത്തനത്തിലേക്ക്, നോർത്ത് ഇന്ത്യയിലെ ഈ ദാരിദ്ര്യ ഇല്ലായ്മക്ക് വേണ്ടി അദ്ദേഹം ഇറങ്ങിയതിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്.
ഞാൻ ഡൽഹിയിലായിരിക്കുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിലിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഞങ്ങൾക്കൊരു കത്ത് വന്നു. ഡൽഹിയിൽ കേരളത്തിൽ നിന്ന് ഐഗി ഉപേക്ഷിച്ച തുണിത്തരങ്ങൾ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് അയച്ചു നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് വന്നു. ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നല്ലത് ആവശ്യമില്ല, പഴയ തുണികൾ മതി. സിദ്ദീഖ് ഹസൻ സാഹിബ് ആ കത്തിന്റെ പിറകെ പോയി, എന്താണ് ഈ പഴയ തുണികൾ കൊണ്ട് ഇവർക്ക് കാര്യങ്ങൾ കൊടുക്കാനാണ്. അന്വേഷിച്ച് പോയപ്പോഴാണ് മനസ്സിലാക്കുന്നത് നോർത്ത് ഇന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന പെൺകുട്ടികൾ, സ്ത്രീകൾ, അവർക്ക് മെൻസസ് ആയിട്ടുണ്ടെങ്കിൽ, അവർക്ക് പീരീഡ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് മാറ്റിയെടുക്കാൻ നല്ല തുണികൾ പോലുമില്ല. ഐകി ചീഞ്ഞ ഉപയോഗിച്ച് മുഷിഞ്ഞു പോയ ആ തുണികൾ കാരണമായിട്ട് നോർത്ത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ആ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ലൈംഗികമായിട്ടുള്ള പല അസുഖങ്ങളും വരുന്നെന്ന് മഹാനായ സിദ്ദീഖ് ഹസൻ സാഹിബ് മനസ്സിലാക്കി. അതുകൊണ്ട് ഞങ്ങൾക്ക് മാറിയെടുക്കാൻ കുറച്ച് തുണികൾ വേണം, പഴയ തുണികളായാലും മതി, അത് കേരളത്തിൽ നിന്ന് ഞങ്ങൾക്ക് സംഘടിപ്പിച്ചു തരണമെന്ന് സിദ്ദീഖ് ഹസൻ സാഹിബിനെ കത്ത് വന്നു. അതേ തുടർന്നായിരുന്നു മിഷൻ കേരളത്തിന്റെ ഭാഗമായിട്ട് നോർത്ത് ഇന്ത്യയിലെ പല പ്രവർത്തനങ്ങളും ആരംഭിക്കുകയാണ്. ഇന്ന് നോർത്ത് ഇന്ത്യയിലെ പല ഗ്രാമങ്ങളും ഏറ്റെടുത്ത കേരളത്തിലെ മഹല്ലുകളുണ്ട്. നോർത്ത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന മുസ്ലിം സംഘടനകളുണ്ട്. ഈ രീതിയിൽ നമ്മൾ ചെലവഴിക്കുന്ന ഓരോ സമ്പത്തും ഓരോ നാണയവും അതിന്റെ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം. ചാരിറ്റിയുടെ പേരിൽ നമ്മൾ പിരിക്കുന്ന ഒരു തുക പോലും നഷ്ടപ്പെട്ടു പോകുന്ന, അനാവശ്യമായി ഉപയോഗിക്കപ്പെട്ടു പോകുന്ന ഒരു ദുരിതാവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. എംപവർമെന്റ് ചാരിറ്റിയാണ് ഇന്നാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത്. എംപവർമെന്റ് ചാരിറ്റി വിദ്യാഭ്യാസം നേടിക്കൊടുക്കണം. സ്വന്തമായിട്ട് അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കുന്ന രീതിയിലേക്ക് ഇനി വരുന്ന ദരിദ്രരായ സാധുക്കളായ നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മാറ്റിയെടുക്കുന്ന എംപവർമെന്റ് ചാരിറ്റിയിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ റമളാൻ നമ്മളാൽ സാധിക്കുന്നത്, നമ്മുടെ കയ്യിലുള്ളത്, അത് ഈത്തപ്പഴത്തിന്റെ ചീട് കൊണ്ടാണെങ്കിലും അള്ളാഹുവിന്റെ സ്വർഗം വാങ്ങുന്ന ഒരു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.